ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ സർക്കാർ രൂപീകരണത്തിന് പിന്തുണ നൽകിയ CPIM CPI പാർട്ടികൾക്ക് ഓഫീസിലെത്തി തന്നെ നേരിട്ട് നന്ദി അറിയിച്ചിരിക്കുന്നു TVK നേതാവ് വിജയ്. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയ വിജയ് കാരൽ മാർക്സിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. മുദ്രാവാക്യം വിളികളോടെയാണ് വിജയെ ഇടതു പ്രവർത്തകർ സ്വീകരിച്ചത്. സായ് കുമാർ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം. സായി, 118 എന്നുള്ള ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്തി ഇളയ ദളപതി വിജയ് തമിഴ്നാടിന്റെ CM ആയി മാറുന്ന ആ ഒരു കാഴ്ചയ്ക്കും വാർത്തയ്ക്കും വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെയും CPIയെയും CPMനെയും VCKയും എല്ലാം കൂടെ കൂട്ടി എന്നിട്ടും 116 ഉള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പ്രശ്നത്തിന് ശ്രമിക്കുകയാണോ ഗവർണർ? എന്താണ് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം? ഷിഹാസ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അല്പം മുൻപ് തമിഴ്നാട് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയ ദൃശ്യങ്ങളാണ്, വിജയ് എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹം CPIMന്റെ ഓഫീസിലെത്തുക മാത്രമല്ല അവിടെയുള്ള കാരൽ മാർക്സിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും വണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം CPIയുടെ ഓഫീസിലേക്കാണ് വിജയ് പോയത്. അതിനുശേഷം CPIMന്റെ ഓഫീസിലേക്ക് എത്തി. തമിഴ്നാട് നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ സസ്പെൻസ് നിറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ഇതുവരെ വിജയ്ക്ക് അനുമതി കൊടുത്തില്ല. മതിയായ ഭൂരിപക്ഷത്തിനുള്ള അംഗങ്ങളുടെ പിന്തുണ ഇല്ല എന്നുള്ളതാണ് തമിഴ്നാട് ഗവർണർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇടത് പാർട്ടികൾ യോഗം ചേർന്നുകൊണ്ട് TVKയെ പിന്തുണയ്ക്കാം, പുറമേ നിന്ന് പിന്തുണയ്ക്കാം, അതായത് മന്ത്രിസഭയുടെ ഭാഗമാകാനില്ല, പക്ഷേ ഒരു സർക്കാർ രൂപീകരണത്തിന് പുറമേ നിന്ന് പിന്തുണയ്ക്കാം എന്ന ഒരു വിവരം അറിയിച്ചതിന് ശേഷം ഗവർണറെ ആ വിവരം കത്ത് മുഖേന നേരിട്ട് അറിയിച്ച് ഈ ഇടത് പാർട്ടികൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് വിജയ് ഇന്ന് യഥാർത്ഥത്തിൽ CPIയുടെയും CPMന്റെയും ഓഫീസിലേക്ക് എത്തിയത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വീരപാണ്ഡ്യന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളോടെയാണ് വിജയിയെ അവിടെ സ്വീകരിച്ചത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ നിർണായക ഘട്ടത്തിൽ തനിക്കും തന്റെ പാർട്ടിക്കും നൽകിയ പിന്തുണയ്ക്ക് വിജയ് ഇടത് പാർട്ടികൾക്ക് നന്ദി പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഒരിക്കലും വർഗീയ ശക്തികളെ അടുപ്പിക്കില്ല എന്ന ഒരു ഉറപ്പുകൂടി വിജയ് ഇടതു നേതാക്കൾക്ക് നൽകി എന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായ K. ബാലകൃഷ്ണൻ അടക്കം പറയുന്നത്. ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ് എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ഇടതു നേതാക്കളോട് പറയുന്നുണ്ട്. തൻ്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്, ഒരു സാഹചര്യത്തിലും താൻ വർഗീയ ശക്തികളെ അടുപ്പിക്കില്ല എന്ന ഒരു ഉറപ്പുകൂടി CPM CPI നേതാക്കൾക്ക് വിജയ് നൽകുന്നുണ്ട്. എന്തായാലും ഓഫീസിലെത്തി നേതാക്കളെ കണ്ട് കാരൽ മാർക്സിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് വിജയ് മടങ്ങിയത്. നാളെ സത്യപ്രതിജ്ഞ നടക്കും എന്ന ഒരു സ്ഥിരീകരണമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലത വീണ്ടും സസ്പെൻസ് ഉണ്ടായിരിക്കുന്നു. VCK അംഗത്തിന്റെ പിന്തുണയുടെ കാര്യത്തിലാണ് ഒരു സംശയം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 116 അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഭൂരിപക്ഷമായിട്ടില്ല എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ വീണ്ടും ഇപ്പോൾ 118 തികയ്ക്കാൻ വിജയ് എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. 116 ഇപ്പോഴും ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് മുഖ്യമന്ത്രി ആവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേരളത്തിന്റെ കൂടി ഗവർണറായിട്ടുള്ള രാജേന്ദ്ര അർലേക്കർ അവിടെ സ്വീകരിക്കുന്നുണ്ട്. 3 തവണ നേരിട്ട് പോയി കണ്ടിട്ട് പോലും വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി ഗവർണർ നൽകുന്നില്ല. പക്ഷേ വിജയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. രാഷ്ട്രീയ പോരിനൊപ്പം നിയമ പോരാട്ടം, സുപ്രീം കോടതിയെ സമീപിച്ചുള്ള നിയമ പോരാട്ടം കൂടി തുടങ്ങാനാണ് വിജയുടെയും TVKയുടെയും പ്ലാൻ. അപ്പോൾ ദളപതി വിജയ് മുഖ്യമന്ത്രിയായി തൊട്ടടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.